സമാധി. പണ്ടുകാലം മുതൽ ഹൈന്ദവ ആചാര്യന്മാരെല്ലാം ശരീരം ഉപേക്ഷിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സമാധിയായി എന്നത്. എന്നാൽ ശരിക്കും ഈ സമാധി എന്നത് മരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് മാത്രമാണോ? നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? സമാധി എന്ന വാക്കിനർത്ഥം യോഗ ദർശനത്തിൽ ജീവൻ പരമ്പൊരുളിൽ ലയിക്കുന്ന അവസ്ഥ എന്നാണ്. യോഗയുടെ അവസാന ഘട്ടത്തിൽ യോഗിയുടെ മനസ്സ് പരിപൂർണമായും ശാന്തമാവുകയും അത് പരമ്പൊരുളിൽ അഥവാ പ്രപഞ്ചാത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നുവെന്നും ഈ അവസ്ഥയെ ബോധോദയം, നിർവാണം, മോക്ഷം, പരമാനന്ദം എന്നൊക്കെ വിളിക്കുന്നു. പണ്ട് ശരീരത്തെ സ്വയം അല്ലെങ്കിൽ ബോധപൂർവം ഉപേക്ഷിച്ചു പോകുവാൻ കഴിവുള്ള യോഗീവരന്മാർ ഉണ്ടായിരുന്നു. ഇത്തരം യോഗികൾ ബോധപൂർവം തൻ്റെ ശരീരത്തിൽ നിന്നും പ്രാണനെ വെടിയുമ്പോഴാണ് സമാധിയാവുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ ഒരു യോഗി തൻ്റെ ശരീരത്തിൽ നിന്നും പ്രാണൻ വെടിയുന്നത് മുൻകൂട്ടി മനസ്സിലാക്കുകയും ധ്യാനാവസ്ഥയിൽ ചമ്രം മടഞ്ഞിരിക്കുമ്പോൾ ആത്മാവ് ശരീരം വിട്ട് പോവുകയും ചെയ്യുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ചിലർ ശിഷ്യന്മാരോട് താൻ സമാധിയിലാവാൻ പോവുകയാണെന്ന് മുൻകൂട്ടി അറിയിച്ച ശേഷം ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് സമാധിയിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ സമാധിയിലിരിക്കെ ജീവൻ ശരീരത്തിൽ നിന്നും വിട്ടുപോയ ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ച് ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. ശ്രീ ബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നിവരെല്ലാം ഒരുപാട് തവണ സമാധിയിൽ പോയി തിരിച്ചെത്താൻ കഴിവുള്ളവരായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യർ സ്വാമി വിവേകാനന്ദൻ, ശാരദാദേവി, സ്വാമി ശിവനന്ദ പരമഹംസർ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരെല്ലാം സമാധി അവസ്ഥയിൽ പലപ്പോഴും പോവുമായിരുന്നു. പിന്നീട് ഇവരെല്ലാം സമാധിയായി തന്നെ ജീവൻ വെടിയുകയും ചെയ്തു. പണ്ട് ശങ്കരാചാര്യർ ഒരു മരണപ്പെട്ട രാജാവിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത്തരത്തിൽ സമാധിയിലിരുന്ന് കൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു വാദപ്രതിവാദത്തിൽ തോൽക്കാതിരിക്കാൻ അവിടെ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പരകായ പ്രവേശം നടത്തേണ്ടി വന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ ശിഷ്യന്മാരോട് എന്ത് സംഭവിച്ചാലും ആരെയും ഈ ഗുഹയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും കുറച്ചു നാളത്തേക്ക് താൻ തൻ്റെ ശരീരം വിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോവുകയാണെന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ സമാധിയിലേക്ക് പോവുകയായിരുന്നു. ഒരാളുടെ ശരീരത്തിൽ നിന്നും പ്രാണൻ പുറത്തു പോകുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ പ്രാണൻ? പ്രാണൻ എന്നതിന് 5 തലങ്ങളുണ്ട്. പ്രാണവായു, സമാന, അപാന, ഉദാന, വ്യാന എന്നിങ്ങനെ 5 തലങ്ങൾക്ക് വെവ്വേറെ ധർമ്മങ്ങളുമുണ്ട്. പ്രാണവായുവിന് ശ്വസനത്തിൻ്റെയും ചിന്താ പ്രക്രിയകളുടെയും സ്പർശനത്തിൻ്റെയും ചുമതലയാണുള്ളത്. ഒരാൾ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അയാളുടെ ശ്വാസം നിലച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അയാളുടെ ശ്വാസം നിലച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു എന്ന് പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പ്രാണവായു ശരീരത്തിൽ നിന്നും പോവാൻ തുടങ്ങുമ്പോഴാണ് ശ്വാസം നിലയ്ക്കുന്നത്. ഒരാളുടെ ശരീരത്തിൽ നിന്നും പ്രാണവായു പോകുവാൻ 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരാളുടെ ശ്വാസം നിലച്ചാൽ മറവു ചെയ്യുന്നതിന് മുൻപ് ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും നിർബന്ധമായും കാത്തിരിക്കണമെന്ന് പറയുന്നത്.
കാരണം ചിലപ്പോൾ മറ്റു പല വിധത്തിലും അയാൾ ജീവനോടെ ഉണ്ടായിരിക്കും. അയാളുടെ ചിന്താ പ്രക്രിയകളും ശ്വാസോച്ഛ്വാസവും അപ്രത്യക്ഷമാകുവാനായി 1.5 മണിക്കൂർ കാത്തിരിക്കുന്നത് വഴി അയാളുടെ ശരീരം ദഹിപ്പിക്കുമ്പോൾ അയാൾക്ക് തീപ്പൊള്ളൽ അനുഭവപ്പെടാതിരിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രാണന്റെ അവസാന തലമായ വ്യാനന് 12 മുതൽ 14 ദിവസം വരെ നിലനിൽക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ശരീരത്തിന്റെ പരിപാലനത്തിനും കെട്ടുറപ്പിനും വലിയൊരളവിൽ ആശ്രയിച്ചിരിക്കുന്നത് ശരീരവ്യവസ്ഥയിലെ വ്യാനപ്രാണന്റെ പ്രവർത്തനത്തെയാണ്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ ശരീരം വിട്ടു പോയപ്പോൾ ശരീരത്തിലെ വ്യാനനെ ശരീരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പോയത്. അത് തന്റെ ശരീരത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഒടുവിൽ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം കണ്ടെത്തുകയും തിരികെ ശരീരത്തിലേക്ക് വരികയും അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണരുകയും ചെയ്തു. ഇതിൽ നിന്നും സമാധി എന്നത് മരണത്തെയല്ല, മറിച്ച് ചില ആചാര്യന്മാർ അവരുടെ നിരന്തരമായ ധ്യാനത്തിലൂടെ നേടിയെടുത്ത അവർക്ക് മാത്രം സാധ്യമായ ഒരു വസ്തുതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി.